ഉണ്ട്. പക്ഷെ പണ്ട് പൂർവികന്മാരൊക്കെ മൺപാത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് അത്ര ആരോഗ്യം. പക്ഷെ ഇപ്പൊ ഈ അലുമിനി തലമുറക്കൊന്നും വലിയ ആരോഗ്യം കാണുന്നില്ല. ഇല്ല കറക്റ്റാണ്. ശരിയാ, കറക്റ്റാണ് പറഞ്ഞത്. ആ മുൻകാലങ്ങളിൽ മണ്ണ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഏകദേശം മണ്ണ് ഒരു അലുമിനി പാത്രത്തില്. പക്ഷെ ആ പാത്രം ഒന്നോട് ഞങ്ങള് കൊട്ടിലേറ്റി പോലാണ്. ചേമ്പ് അങ്ങനത്തെ പല സാധനങ്ങൾ പൈസ ഉണ്ടാവില്ല. ഈ കാരക്കുന്ന് ആമീറോടൊക്കെ മഞ്ചേരി കിട്ടൂല. അതിനൊന്നും കിട്ടൂല. ഇപ്പൊ എല്ലാ പാലക്കാട് അവിടുന്നൊക്കെ മണ്ണും പാത്രം കിട്ട് വരുന്നുണ്ട്. ആ പാത്രം എങ്ങനെ നിങ്ങളെ അഭിപ്രായം? ഞങ്ങള് മൺപാത്രം തന്നെ അത് വല്ലാതെ ഈട് നിക്കണില്ലാന്ന് എല്ലാരും പറയുന്നത്. പൊട്ടിത്തെറിക്കണ പരിപാടിയൊക്കെ സെന്റർ പെട്ടെന്ന് എന്താണ് കെമിക്കൽ നീ കൂട്ടുണ്ടല്ലേ? എന്താ നമുക്ക് അതിനെ പറ്റി അറിയില്ല. നമ്മൾ അറിയാത്ത കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സത്യസ്ഥ എന്താ അറിയില്ല. ശരി, നമ്മളത്തെ ഗ്യാരണ്ടി. കാരണം മണ്ണ് പറഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് 2-3 മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. ഞാൻ കണ്ടു ചില ചട്ടികൾ ചിലപ്പോ മയക്കുമ്പോ ചിലപ്പോ എയറും കാര്യങ്ങളും ചിലപ്പോ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഉണ്ടാകും ഉള്ളിൽ സെന്ററിലൂടെ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ മൺപാത്രമാണ് നല്ലത്. മൺപാത്രം തന്നെ 100%. പക്ഷെ ഈ മൺപാത്രം ആൾക്കാർ കൈവിട്ടിട്ട് കൊണ്ടാണ് ഈ അലുമിനിയം സീലൊക്കെ വന്നതോടുകൂടി അസുഖങ്ങൾ. കാരണം അതിലൊരു കെമിക്കൽ ഉണ്ട്. ഈ സ്റ്റീലിലും ഇതിലൊക്കെ കെമിക്കൽ ഉണ്ട്. ഒരുപാട് 10 വർഷം 15 വർഷം ഉപയോഗിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കേടാല്ലേ. നമ്മള് ഇതിനോട് പറയല്ല, കാര്യം പോലെ പറയാത്ത. ഇതിനിപ്പോ മൺചട്ടി ഇപ്പൊ സ്റ്റീലിന്റെ ഇത് വാങ്ങണമെങ്കിൽ അതിലാകെ 100 രൂപ 120 കിട്ടും. പാത്രത്തിന് 200 കൊടുക്കണം. പക്ഷെ പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ ചില വീടുകളിൽ ഇപ്പോഴും മൺപാത്രം അല്ലാതെ ഒരു സാധനം ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ട് ഉപയോഗിക്കണുണ്ട്. പൈസ നോക്കണില്ല. നാച്ചുറലായിട്ട് ഉപയോഗിക്കണം. മാറ്റം നമുക്ക് അവരോട് ചോദിച്ചാൽ അറിയാം. എന്തായാലും അവർക്ക് കറക്റ്റ് അറിയുന്നവർക്ക് അറിയും. ഒരു മൺപാത്രം ഉണ്ടാക്കാം നമുക്ക്. എന്താ ഇത് ഉണ്ടാക്കണേ? ഇത് ഉണ്ടാക്കണ ഒരു കറിച്ചട്ടി ഉണ്ടാക്കാനാണ് പരിപാടി. കറിച്ചട്ടില്ലേ? ഓക്കെ. അതുണ്ടാക്കാം.
മേടി ഇതേപോലെ ആവൂലേ? ഇതാണ് ഈ ചട്ടിയാണ്. അതിപ്പോ ചൂള വെക്കാത്ത ചട്ടിയാണ് അല്ലേ? കളറും കൊടുത്തിട്ടില്ല. കളറും കൊടുത്തിട്ടില്ല. ഓൾറെഡി നാച്ചുറലായിട്ട് മണ്ണ്. കളർ എന്ന സാധനം ഞാൻ കാണിച്ചത് ഇതുപോലെ വരില്ലേ? എന്നിട്ട് പിന്നെ ചൂടാകുമ്പോ നല്ല കളറും കിട്ടൂലേ? കളർ ഇതാണ് സാധനം. ആ മണ്ണിലെ ഈ മണ്ണ് ഒന്നുകൂടി ഇപ്പൊ ഉണ്ടാക്കിന്റെ ഉണങ്ങിയൊക്കെ സെറ്റായ സെറ്റാണുള്ളത്. ഇതാണ് സാധനം അല്ലേ? ഇതാണ് ഇപ്പൊ എല്ലാതും ഒക്കെ റെഡി ആയതില്ലേ? ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയതില്ലേ? അത് ഉണ്ടാക്കിയത് ചൂളയിൽ വെക്കാനുള്ള അത് ചൂളിക്ക് തരൂലേ? ഉണങ്ങിയതിനു ശേഷം ചൂളി വെക്കൂലേ? ഈ സാധനം ഇതിലൊരു 1 കിലോ 1.5 കിലോ മീന് എന്തായാലും നല്ല കുണ്ടുണ്ട്. നല്ല അടിപൊളി കുണ്ടാണ്. കളയായിട്ട് പോകും. ഇറച്ചിയും വെക്കാം. ഇറച്ചി ഒരു ഉഷാറായിട്ട് വെക്കാം. അതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതില്ലേ? അതിന് ഉണങ്ങിയതാകുമ്പോ ഇതേപോലെ ആവൂലേ?